നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരികൃഷ്ണൻ. നമസ്കാരം. RSSന്റെ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത്ജി, അദ്ദേഹം നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരു തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഈ 100ാം ഈ വാർഷിക വേളയിലൊക്കെ തൊട്ടതിനും പിടിച്ചതിനും സംഘത്തെയും ഭാഗവത്ജിയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം പ്രവണതയാണ്. അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ എന്തോ വലിയൊരു സ്റ്റാറ്റസ് സിമ്പൽ പോലെയാണ് ഒരു വിഭാഗം ബുദ്ധിജീവികളൊക്കെ കരുതുന്നത്. അതവിടെ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 100ാം വാർഷിക വേളയിൽ അമേരിക്കയിലേക്കുള്ളൊരു ക്ഷണം, ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്. ഈ ക്ഷണത്തിനെതിരെ ഇപ്പോൾ അമേരിക്കയിൽ വലിയ കോലാഹലം, ഇന്ത്യയിൽ പറയുന്നത് മനസ്സിലാക്കാം, അമേരിക്കയിലേക്ക് വലിയൊരു കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭരണകക്ഷിയായ BJPയുടെ തലപ്പത്തുള്ളൊരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ ഒരു മൂലസ്ഥാനമാണ്. ഈ മോഹൻ ഭാഗവത്ജി അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കയിൽ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടാകുമോ? അവിടെ കാരണം 10,000-കണക്കിന് പേരാണ് അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരവറിഞ്ഞ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് 10,000-കണക്കിന് ഇന്ത്യക്കാർ അവിടെ കാത്തിരിപ്പുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും. അങ്ങനെ വരുമ്പോൾ അമേരിക്കയിൽ പക്ഷേ വലിയൊരു വംശവെറിയുടെ ആ രീതി പോലെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ കാണുന്നത്. ഈ ശരിക്കും ഏറ്റവും പുതിയ സംഭവം എന്താണ്? അദ്ദേഹത്തിൻ്റെ യാത്ര റദ്ദ് ചെയ്യേണ്ടി വരുമോ? അല്ല, അമേരിക്കയിൽ നിന്നുള്ള ഈ മതസ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ടെന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, USCIRF എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സംഘടനയുടെ ചെയർമാനാണ് ആസിഫ് മെഹ്മൂദാണ്. ഈ ഇത്തരം വിദേശ രാജ്യങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ രാജ്യങ്ങളിലേക്ക് ഈ കടന്നു കയറിയിട്ടുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ വംശജരാണ് പ്രധാനമായിട്ടും. അപ്പോൾ നമുക്ക് യൂറോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഫിൻലാൻഡിൻ്റെ തന്നെ ഒരു മന്ത്രി അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഒരു പ്രാന്തപ്രദേശമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവിടുത്തെ ഒരു മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന USCIRF, ഈ സംഘടനയുടെ ചെയർമാനായിട്ടുള്ള ആസിഫ് മെഹ്മൂദാണ് ഇപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. 100 വർഷം തികയുന്ന വലിയ സാംസ്കാരിക സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് സംഘത്തിൻ്റെ വൃന്ദത്തിന് പുറത്ത്, അതായത് സംഘത്തിൻ്റെ അനുഭാവിയോ അല്ലെങ്കിൽ സ്വയംസേവകരുടെയോ വൃന്ദത്തിന് പുറത്തുള്ള ആൾക്കാരും RSS എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം 100 വർഷം ഒരു സംഘടന പിളരാതെ പ്രവർത്തിക്കുക എന്നത് ലോകചരിത്രത്തിൽ തന്നെ വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊന്നാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന സർസംഘചാലകാണ് മോഹൻജി ഭാഗവത്. അപ്പോൾ ഈ മോഹൻ ഭാഗവത് പറയുന്നത് കേൾക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്നല്ല, ലോകത്തിൻ്റെ ഇതര പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക പാർലമെൻറ്റൊക്കെ നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. ആ സമയത്ത് വിവേകാനന്ദ സ്വാമികൾ, നമുക്കറിയാം, ചിക്കാഗോ സ്പീച്ചിൻ്റെയൊക്കെ ഭാഗമായി വിവേകാനന്ദ സ്വാമികളൊക്കെ ആ രാജ്യം സന്ദർശിച്ചതും അവിടെ ഇപ്പോഴും വിവേകാനന്ദ സ്വാമികളുടെ സ്മരണകൾ ഉള്ള ഒരു മണ്ണാണ്, ഒരു ഭൂമികയാണ് അമേരിക്ക എന്ന് പറയുന്നത്. ആ ഭൂമികയിൽ സനാതന ധർമ്മത്തിൻ്റെ സന്ദേശം വഹിച്ചുകൊണ്ട്, അതായത് ലോകത്തിൽ ഏറ്റവും സഹിഷ്ണുതാപരമായിട്ട് കാര്യങ്ങളെ പെരുമാറുകയും ഏറ്റവും നല്ല രീതിയിൽ സഹിഷ്ണുതയോടുകൂടി മാത്രം മറുപടികൾ പറയും, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇന്നത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ വ്യക്തിത്വമാണ് മോഹൻ ഭാഗവത്. അദ്ദേഹത്തെ എതിർക്കുന്നതിൻ്റെ പിന്നിൽ ഭാരതത്തെ എതിർക്കുക, ഭാരതത്തിൻ്റെ സംസ്കാരം അവർക്ക് നന്നായിട്ട് അറിയാം. ഭാരതത്തിൻ്റെ സംസ്കാരത്തെ എതിർത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഇനി തടഞ്ഞു നിർത്തുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയാത്തത്തോളം കാലം കൂടുതൽ വിസിബിലിറ്റി വരുമ്പോൾ അവരെയും മൂടിക്കൊണ്ട് ഈ സംസ്കാരത്തിൻ്റെ ധാര മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം. എത്ര വിശ്വം ഭവത്തെ കിരീടം എന്നൊക്കെ പറയുന്ന നമ്മുടെ വസുദൈവ കുടുംബകം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഇന്ന് ലോകം മൊത്തം ഒന്ന് നമസ്തേ പറയുകയാണ്, നമസ്കാരം പറയുകയാണ്, യോഗ ആചരിക്കുകയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും. ആ ഒരു രീതിയിൽ സാംസ്കാരികമായ രീതിയിൽ രാജ്യങ്ങളെ ഭരിക്കുന്ന തരത്തിലെ പുരാതന ഭാരതത്തിൻ്റെ ശൈലിയിൽ ഭാരതം ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്ന ഒരു വലിയ സംശയം, ഒരു അങ്കലാപ്പ് ഇവർക്കെല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ കാണുന്നത്. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിനകത്ത് പ്രതിപക്ഷമടക്കം RSSനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം പക്ഷേ രാജ്യത്തിന് പുറത്തുള്ള ഇത്തരം ഈ പാകിസ്ഥാനികളായാലും അവരെല്ലാം അമേരിക്കയെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു, ടൂളാക്കി മാറ്റുന്നു.
ശരിക്കും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ അനുവാദം ഇതിന് സമ്മതം ഒക്കെ ഇതിനുണ്ടോ? അല്ല, ഭരണകൂടത്തിൻ്റെ അനുവാദമോ അനുമതിയോ ഇല്ലാതെ തന്നെയാണ് പലപ്പോഴും പല രാജ്യങ്ങളും, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ആ രാജ്യങ്ങളിലൊക്കെയും ഇപ്പോൾ ജർമ്മനിയിൽ എല്ലാ ഇൻഡിഫാദ മൂവ്മെൻ്റ് ഉണ്ട്. പലസ്തീനോ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ തന്നെ ഈ വെസ്റ്റ് ഏഷ്യയിലൊക്കെ വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനമെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു പിന്നീട് ഇല്ല ഇൻഡിഫാദ മൂവ്മെൻറ്റ്. ഇത് ജർമ്മനിയിൽ അതിശക്തമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക്, ഇപ്പം ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, UK കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രൂമിങ് ഗ്യാങ്സ് 1.5 ലക്ഷത്തോളം ആൾക്കാരെ അല്ലേ അവർ കുട്ടികളടക്കം പീഡിപ്പിച്ചത്. അതുപോലെ തന്നെ ഫ്രാൻസിൽ അത്തരത്തിൽ, ജർമ്മനിയിൽ ഈ രീതിയിൽ, പിന്നെ അതോടൊപ്പം തന്നെ ഫിൻലാൻഡ്, സ്വീഡൻ, ഹംഗറി ഈ രാജ്യങ്ങളിലൊക്കെയും, അതുപോലെ തന്നെയാണ് അമേരിക്കയിലും അവിടെ ഒരു വളരെ ദുഷ്ടലാക്കോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ വലിയ വിലക്കുണ്ടാകും, ഒരു പ്രശ്നമുണ്ടാകും. പ്രത്യേകിച്ചും ഇപ്പോൾ മാതാ അമൃതാനന്ദമയിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള ആശയപ്രചരണം ലോകമെമ്പാടും നടക്കുമ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലാകും ഈ ദർശനത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രാധാന്യം എന്താണ് എന്ന് ഈ രാജ്യങ്ങളിലുള്ള മനുഷ്യർക്കെല്ലാം മനസ്സിലാവും. കാരണം ഭാരതീയത എല്ലാ മനുഷ്യർക്കിടയിലും ശാന്തിയുടെ, വിജ്ഞാനത്തിൻ്റെ സന്ദേശമാണ് കൊടുക്കുന്നത്. അത് ഇവർക്ക് വലിയ പ്രശ്നമാണ്. കാരണം യുക്തിയുടെ സന്ദേശം ഇവിടങ്ങളിലൊക്കെ കടന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരം മനുഷ്യർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച ബോധ്യം ഇവർക്കുണ്ട്. ഭീകരവാദ ആശയത്തിന് പിന്നീട് പ്രസക്തി ഇല്ലാതായിട്ട് മാറും, മനുഷ്യർ യുക്തിഭദ്രമായി ചിന്തിക്കുന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഹരീഷ്ണ, ശരിക്കും എന്താണ് ശരിക്കുമുള്ളൊരു അമേരിക്കയിലെ ഒരു മൂവ്മെൻറ്റ്? ശരിക്കും അമേരിക്കൻ ഭരണകൂടമല്ല എതിർത്തിരിക്കുന്നത് അല്ലേ ഭഗവത്ജിയുടെ സന്ദർശനത്തെ? എതിർപ്പ് മറ്റു പല കോണുകളിൽ നിന്നുമാണ്. എന്തായാലും എതിർപ്പ് തന്നെയാണ്. അതിന് എങ്ങനെയാണ് ഇപ്പോഴത്തെ സംഭവം, ഏറ്റവും പുതിയ അവസ്ഥ? അല്ല, ഇത് എടുത്തിരിക്കുന്നത്, ഈ എതിർപ്പ് ഉണ്ടായിരിക്കുന്നത് ഒരു അങ്ങ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഒരു ഭരണകൂടത്തിൽ നിന്നൊന്നും അല്ല. അവിടുത്തെ ഒരു ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റാണ്, ഒരു പൾമണോളജിസ്റ്റ്. അവിടെ വളരെ പ്രാധാന്യമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ വളരെ രാഷ്ട്രീയമായ വലിയ ചേരിയിൽ വളരെ ശക്തനായ ഒരു ആളൊന്നുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ ഇപ്പം നേരത്തെയും ഇത്തരത്തിലുള്ളതായിട്ടുള്ള വിമർശനങ്ങളും RSSനെതിരെ ചില ഗൂഢാലോചനകളും ഒക്കെ അമേരിക്കയിലൊക്കെ നടന്നിട്ടുണ്ട്. അതിനു മുന്നേ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് അദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് തന്നെ കുറേ ആൾക്കാർ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കാലങ്ങൾ കൊണ്ട് RSSനെതിരെ നടത്തുന്ന ഒരു അജണ്ടയുടെ ഒരു ഭാഗമായിട്ടാണ്. മോഹൻ ഭാഗവതിന് Z+ കാറ്റഗറി സുരക്ഷയുണ്ട്, അതിൻ്റെ Z++ കാറ്റഗറി സുരക്ഷയുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നിരന്തരമായ ഭീഷണികൾ പോലും RSS മേധാവിക്ക് നേരെയുണ്ട്. ഭാരതത്തിനകത്ത് RSS നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനം അത് ഭാരതത്തിലെ മുഴുവൻ സനാതനികൾക്കും അതോടൊപ്പം തന്നെ ഭാരതത്തെ അമ്മയായി പരിഗണിക്കുന്ന, ഭാരതീയ സംസ്കൃതിയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും, ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യർക്കും അതൊരു അനുകൂല ഘടകമായി മാറുന്നു. അവരെല്ലാവരും തന്നെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ദേശീയ ധാരയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത്തരക്കാരായിട്ടുള്ള, ഇപ്പോൾ ഭാരതത്തിനകത്ത് തന്നെ ഇത്തരത്തിലൊരു ചേരിയുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് അസഹിഷ്ണുതാപരമായ കാര്യമാണ്. ഭാരതത്തിനകത്ത് ഭാരത് മാതാ കി ജയ് അല്ലാതെ പിന്നെ എന്താണ് വിളിക്കുക? വന്ദേ മാതരം പാടുന്നത് അവർ അസഹിഷ്ണുതയോടുകൂടിയാണ് കാണുന്നത്. വന്ദേ മാതരം അല്ലാതെ എന്താണ് നമ്മൾ പാടേണ്ടത്? നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന അത്തരം ഗീതങ്ങളും ഗാനങ്ങളും ഒക്കെ ഭാരതത്തിൻ്റെ സംസ്കൃതിയോട് ചേർന്നതാണ്. ആ ഭാരതത്തിൻ്റെ സംസ്കൃതിയോട് ചേർന്ന ഒന്നിനെയും നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് കഴിയില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. സെക്കുലർ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും, ഇപ്പോൾ നോക്കൂ, നമ്മൾ ഗ്രീസിൻ്റേതായ ദേവതാ സങ്കല്പങ്ങളുണ്ട്. ആ ദേവതാ സങ്കല്പങ്ങളെ ഒന്നും തന്നെ ഇതൊരു ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇവിടെ മാറ്റി നിർത്താൻ തയ്യാറായിട്ടുണ്ടോ? ഇനി നമുക്ക് ഇംഗ്ലണ്ടിലേക്ക് പോയാൽ അവിടെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കീഴിലാണ്, അവിടെ ഇപ്പോഴും മൊണാർക്കല്ലേ, രാജ്ഞിയല്ലേ ഭരണം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്തിനും അതിൻ്റെ തനതായ സംസ്കൃതിയുണ്ട്. ആ സംസ്കൃതിയുടെ അംശങ്ങളെല്ലാം തന്നെ ആ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഭരണവ്യവസ്ഥതയുടെ ഭാഗമായി മാറും. നമ്മളിവിടെ ഉപനിഷത്ത് വാക്യങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമല്ലേ? മിക്ക സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ആപ്തവാക്യം ഉപനിഷത്ത് വാക്യങ്ങളാണ്. നമ്മളിവിടെ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അസഹിഷ്ണുതാപരമായി കാണുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ, ഈ ഇവിടുത്തെ പ്രത്യേകിച്ചും ഈ ലെഫ്റ്റ് റാഡിക്കൽസ്,
ഈ ലെഫ്റ്റാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട, അതായത് സമാധാനപരമായിട്ട് ആൾക്കാർ പോകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുകയും അത് ഇസ്ലാമിക വിരുദ്ധമാണെന്നും ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ഇവരാണ്. അതല്ലാതെ മറ്റാൾക്കാർക്കൊന്നും ഇസ്ലാമിനെതിരെ ഒരു അഭിപ്രായമില്ല. ഇവർ മനഃപൂർവ്വം തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നത് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇത് ഇസ്ലാമിന് നേരെയുള്ള മൂവ്മെൻറ്റാണ്, ഇത് ഇസ്ലാമിനെ കുരുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഏതൊരു സിനിമയിൽ ജഗതി പറയുന്നത് പോലെ, CID മൂസയിലാണെന്ന് തോന്നുന്നു, അതിൽ ജഗതി പറയും പോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന ഒരു സമീപനം, ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ശരിക്കും ഇത്തരത്തിലൊരു കാരണം ഏതോ ഒരു സമിതി അധ്യക്ഷൻ എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ അദ്ദേഹം ഈ പറയുന്നതുപോലെ അവിടുത്തെ ഒരു വലിയ റോളൊന്നുമില്ലാത്ത രാഷ്ട്രീയ സർക്കാരിൽ ട്രംപ് ഭരണകൂടത്തിൽ വലിയ റോളൊന്നുമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് വിവാദമാക്കാനുള്ളൊരു അതായിരിക്കില്ല ഇതിന്റെ പിന്നിൽ. അത് മോഹൻ ഭാഗവതിന്റെ ഇപ്പോഴത്തെ അത് അമേരിക്കയിലേക്ക് പോകുന്നത് തീരുമാനം എന്തെങ്കിലും പുനഃപരിശോധിക്കുന്നുണ്ടോ? ഇല്ല, ഇത്തരക്കാർ പറയുന്നത് കേട്ടിട്ട് നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിവിലില്ല. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം കണ്ടിരുന്നത്. നേരത്തെ മുന്നെയൊക്കെ ഒരു ചോദ്യങ്ങളുണ്ടായിരുന്നു. കാരണം RSS മതപരമായിട്ടാണോ ആൾക്കാരെ കാണുന്നതെന്ന് പോലുമുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. മുമ്പ് എനിക്ക് തോന്നുന്നു സഹീർ ഖാനെയും ജവഗൽ ശ്രീനാഥിനെയും വെച്ചിട്ടാണോ സേവാഗിനെ വെച്ചിട്ടെന്തോ ആണ് ഒരു ചോദ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഇവരെ രണ്ടുപേരെയും എങ്ങനെയാണ് കാണുന്നത്? രണ്ടുപേരും ഭാരതീയരാണ്, രണ്ടുപേരും ഭാരതത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, രണ്ടുപേർക്കും ഭാരതീയമായിട്ടുള്ള ദർശനങ്ങൾ ഉണ്ട്, അവർക്ക് അവരുടെ ഭാരതത്തിനോട് സ്നേഹമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം മനുഷ്യരെ കണ്ടിട്ടുള്ളത്. അത് മതപരമായ രീതിയിലല്ല. നമ്മൾ ഒരു ദർശനത്തെയും, ഭാരതത്തിലേക്ക് വരുന്ന ഒരു ദർശനത്തെയും ഒരിക്കലും ഭാരതം ബ്ലോക്ക് ചെയ്തിട്ടില്ല. അവരവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ചെറുക്കുവാൻ കഴിയാതെ വിവേകാനന്ദ സ്വാമികളൊക്കെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ അഗ്നോസ്റ്റിസം ഓഫ് ജൈനിസം, എത്തീസം ഓഫ് ബൗദ്ധിസം, ഈച്ച് ആൻഡ് എവരി റിലീജിയൻ ഹാവ് ഇറ്റ്സ് ഓൺ സ്പേസ് ഇൻ ഹിന്ദുയിസം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ചിക്കാഗോ പ്രസംഗത്തിൽ തന്നെ പറയുകയുണ്ടായി. ജൈനിസത്തിൻ്റെ അനേകത്വവാദ ദർശനത്തിനും ബൗദ്ധ ദർശനത്തിൻ്റെ നിരീശ്വരവാദത്തിനും ഒക്കെ കൃത്യമായ സ്ഥാനം ഭാരതത്തിലുണ്ട്. അങ്ങനെ തന്നെയാണ് ഭാരതം എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും. അത് സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു ദർശനത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മോഹൻ ഭാഗവതിനെ പോലുള്ള ആൾക്കാരെ ചെറുക്കുക എന്നതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ രീതിയിൽ. കാരണം ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിലെ സേന IDF പോലെയൊക്കെ ഭീകരവാദത്തെ ശക്തമായി എതിർക്കുന്നവർക്ക് നേരെ ശത്രുതയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും തുറന്ന് ചോദ്യം ചെയ്യുക തന്നെ വേണം. അതിന് എതിരെയുള്ള ശക്തമായ മൂവ്മെൻറ്റുകളുണ്ടാകും. എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊന്നും ഭയന്ന് പിന്മാറിക്കൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു യാത്ര റദ്ദ് ചെയ്യുമെന്നോ ഒന്നും തോന്നുന്നില്ല. അത് വെറും വ്യാമോഹം മാത്രമാണ്. ഇപ്പോൾ മോദിക്കെതിരെ ഒരു സമയത്ത് ഇവിടെ നിന്ന് ലെറ്റർ എഴുതിയ ആൾക്കാർക്ക് തന്നെ പിന്നീട് നാണം കെടേണ്ടി വന്നു. അവിടെ മോദി സന്ദർശനം നടത്തിയപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ ഒരു വിസിറ്റ് അങ്ങ് നടത്തിയപ്പോഴത്തേക്കും വലിയ രീതിയിലാണ് റിസീവ് ചെയ്തത് മോദിയെ. അപ്പോൾ അങ്ങനെയാണ്. തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അല്ലേ, 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു പകിട്ടേറിയ ഒരു വാർഷിക ആഘോഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്, ശതാബ്ദി ആഘോഷങ്ങൾ. അപ്പോൾ തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ചില അപവാദങ്ങൾ നിരന്തരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റി നമുക്കറിയാം, ആ വിഷയങ്ങളും നമുക്കറിയാം. പക്ഷേ രാജ്യത്തിൻ്റെ പുറത്ത്, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഇന്ത്യയുടെ ഏറ്റവും അടുത്തൊരു വ്യാപാര സുഹൃത്ത് രാജ്യത്ത് ഇത്തരത്തിലൊരു അപവാദം ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യയെ ശോഭ കെടുത്താൻ, RSSനെ മാത്രമല്ല ഇന്ത്യയെ മൊത്തത്തിൽ അതിൻ്റെ ശോഭ കെടുത്താൻ മാത്രമേ സഹായിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.